Dear friends, I am M.A. Rashid, consultant psychologist. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വൈകാരികവും സാമൂഹികവുമായ ജീവിതത്തെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർപ്പിക്കുന്ന നിർണായക പങ്കുവഹിക്കുന്ന ആകർഷകമായ ഒരു ഹോർമോണായ ഓക്സിറ്റോസിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 4 ഹാപ്പി ഹോർമോൺസുകളിൽ ഒന്നായ ഡോപാമിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ഓക്സിറ്റോസിനെ കുറിച്ച് പ്രണയ ഹോർമോൺ, അതായത് ലവ് ഹോർമോൺ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഓക്സിറ്റോസിനെ കുറിച്ച് പഠിക്കാം. ഓക്സിറ്റോസിൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ബോണ്ടിങ്, ട്രസ്റ്റ് ആൻഡ് അറ്റാച്ച്മെന്റ്. നമ്മുടെ വിശ്വാസത്തിലും ട്രസ്റ്റിലും അതുപോലെ നമ്മുടെ അടുപ്പത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് എന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് ഓക്സിറ്റോസിൻ? എന്താണ് ഓക്സിറ്റോസിൻ? ഈ ഹോർമോണിന്റെ പ്രത്യേകത എന്താണ്? ഓക്സിറ്റോസിൻ ഈസ് പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ hypothalamus in the brain. It's released during social bonding activities like hugging, kissing and sex. Oxytocin promotes feeling of trust, relaxation and closeness, which is why it's often associated with love and attachment. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ പരസ്പരമായുള്ള ബോണ്ടിങ്ങും അതുപോലെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അതുപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ്, സെക്സ്, അടുത്തിരിക്കുക, ഫിസിക്കൽ ടച്ച് ചെയ്യുന്നതിലൂടെയൊക്കെയാണ്. നമുക്കറിയാം ഇത് നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസിലാണ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തെന്നൊക്കെ നോക്കാം. ബൂസ്റ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇത് ബൂസ്റ്റ് ചെയ്യുന്നു, വളരെയധികം ഉത്തേജിപ്പിക്കുന്നു. റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളെയും ഉത്കണ്ഠകളെയൊക്കെ പരസ്പരം ലഘൂകരിച്ചുകൊണ്ട് വേണം നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പ്രൊമോട്ട്സ് സോഷ്യൽ ബോണ്ടിങ്, നമ്മൾ സമൂഹവുമായിട്ട് നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ ആളുകളുമായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഹെൽപ്സ് പെയിൻ റിലീഫ്, വേദനകൾ അതുപോലെ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ് മൂലം മറ്റൊക്കെ ഉണ്ടാകുന്ന വേദനകളെ പരസ്പരം കുറച്ചുകൊണ്ട് ഒരു വെൽനസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ബന്ധങ്ങളെ അടുപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും? നാച്ചുറൽ വേസിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആക്ടിവിറ്റീസ് ലൈക്ക് ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ്, ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക എന്ന സ്നേഹചുംബനമൊക്കെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ മക്കളും പേരൻസും ഒക്കെ തമ്മിലുള്ള കിസ്സിങ്, അതുപോലെ അവരെ ഹഗ് ചെയ്യുക, അംബേസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ പരസ്പരം ഹഗ് ചെയ്യുക, ഇതിലൂടെയൊക്കെ ഈ ഓക്സിറ്റോസിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മസാജ് ചെയ്യുക, ശരീരം മസാജ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ സ്പെൻഡിങ് ടൈം വിത്ത് ലൗഡ് വൺസ്, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുമായി ചെലവഴിക്കുമ്പോൾ, സൗഹൃദ ചെലവഴിക്കുമ്പോൾ സ്റ്റിമുലേറ്റ്സ് ഓക്സിജൻ റിലീസ് എന്നാണ് പറയുന്നത്. ഇത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കൂടുതൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ, നല്ല സൗഹൃദങ്ങളിലൂടെ, നല്ല അടുപ്പങ്ങളുടെ ബന്ധങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിൽ ഓക്സിറ്റോസിന്റെ റിലീസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു സഹകരണം, വിശ്വാസവും നല്ല വെൽനസും ആനന്ദവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സഹായിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.